കുട്ടി പോലും തെറ്റിക്കാൻ പാടില്ല. ഞാൻ പറയും, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കതിരൂരിൽ രക്ഷിതാക്കന്മാർക്ക് നടക്കുന്ന ക്ലാസ്സിൽ വെച്ച് ഞാൻ പറയും, സാംസ്കാരിക പൈതൃക മൂല്യമുള്ള പിണറായി ടൗണിലെ RC അമല UP സ്കൂളിലെ അക്ഷരക്കമുള്ള സുന്ദരികളും സുന്ദരന്മാരുമായി കുട്ടികളുമായി സംവാദം നടത്തിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് അവരോട് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മനസ്സിനെ 2 മുഖങ്ങളിലേക്ക് വെക്കാതെ, ഷോൾഡറിലേക്ക് വെക്കാതെ, ചുമലിലേക്ക് വെക്കാതെ, അനാവശ്യമായ ചലനങ്ങളില്ലാതെ നടുനിവർന്ന് ക്ലാസ് ആരെടുക്കുന്നുവോ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന രീതിയിൽ തന്നെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയണം. ചെയ്യരുത്. നമ്മളിപ്പോ റോഡ് ഏതൊക്കെ ഭാഗങ്ങളിൽ നോക്കും? ഇടത്തും നോക്കും, എന്തിനാ നോക്കുന്നത്? വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ കടക്കുവോ? ആ മെസ്സേജ് ആരാ തരുന്നത്? ബ്രെയിനിന്റെ ഏത് ഭാഗം? ഇടത് ഭാഗം. തലച്ചോറിന്റെ ഇടത് ഭാഗം നമ്മളോട് പറഞ്ഞു തരിക, മുറിച്ചു കടക്കൽ. ഒരു ബൈക്ക് വരിക, വാഹനം പോയി, മുറിച്ചു കടന്നോ? ആര് പറഞ്ഞു തരും? ഇടത്. അവിടെ ഇടത് ഭാഗത്ത് കറ പിടിച്ചു കഴിഞ്ഞാൽ, അവിടെ പൂപ്പൽ പിടിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് വരൂല. മെസ്സേജ് വന്നില്ലെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ കഴിയില്ല. പഠിക്കാനുള്ള ആ ചിന്ത നമ്മൾ മാറിപ്പോകും. അപ്പൊ തലച്ചോറിന്റെ ഇടത് ഭാഗത്ത് വളരെ കൃത്യമായി നമ്മൾ പറയാറില്ലേ, ഒഴുകുന്ന ഒരു നദിയിൽ ഒരു കല്ലിങ്ങനെ ഒഴുകി പോവുകയാണെങ്കിൽ ആ നദിയിൽ ഒഴുകുന്ന കല്ലിൽ പായലോ പൂപ്പലോ ഉണ്ടാവില്ല. ഒഴുകുന്ന നദിയിലെ കല്ലിൽ പായലോ പൂപ്പലോ ഉണ്ടാവില്ല. എന്നാൽ അവിടെ ഒരു കല്ല് നമ്മൾ വെച്ച് 3 ദിവസം കഴിഞ്ഞ് നോക്കിയാട്ടെ, ചുറ്റും മണ്ണും പൂപ്പലും എല്ലാം വന്നിട്ടുണ്ടാവും. നിശ്ചലമായി കിടക്കുന്ന കല്ലിൽ മാത്രമേ പായലും പൂപ്പലൊക്കെ വരും. നല്ല ചിന്തകളാൽ തലച്ചോറിനെ ചലിപ്പിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും മറ്റു ചിന്തകളോ മോശപ്പെട്ട ചിന്തകളോ പായലോ പൂപ്പലോ പിടിക്കുന്നവർ ഒരു സ്ക്രാച്ചും നമ്മുടെ തലച്ചോർ പിടിക്കുകയില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തലച്ചോറിനെ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടേയിരിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. തെറ്റിക്കരുത്, ഞാൻ പറയുന്നത് കേട്ടോ. ആരും ഒന്നും ചെയ്യണ്ട. ഞാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യുന്ന വേണ്ട, ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാൻ 1 എന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്ത് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. 2 തവണ കൈയടിക്കണം, ഒരാളും കൈയടിക്കണം. കേൾക്കാൻ ഇതൊക്കെ പറയും. ഇപ്പൊ എനിക്ക് മനസ്സിലാവും, 12 മണിയല്ല, 12:30 1 മണിയായി കഴിഞ്ഞാലും ഏകാഗ്രത ഒരു കാര്യത്തിൽ RC അമലയിലെ ചുണക്കുട്ടികൾ ഒരു പ്രശ്നവുമില്ലാതെ, ഏത് കാലാവസ്ഥയിലും ഋതുഭേദങ്ങളില്ലാതെ, ചൂടെന്നോ തണുപ്പെന്നോ ഇല്ലാതെ, 12 മണിയെന്നോ 10 മണിയെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തെയും പാകപ്പെടുന്ന രീതിയിലേക്ക് മനസ്സിനെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രത കൊണ്ടുവരാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം ഞാൻ പറഞ്ഞതിന് ശേഷം ചെയ്യാൻ പറയുമ്പോൾ ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ. ചെയ്യരുത്, കേൾക്കൽ മാത്രം. 1 എന്ന് പറഞ്ഞാൽ 2 തവണ കൈയടിക്കണം. 2 എന്ന് പറഞ്ഞാൽ 3 തവണ കൈയടിക്കണം. 3 എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ പാടില്ല. 4 എന്ന് പറഞ്ഞാൽ 1 തവണ കൈയടിക്കണം. ഇപ്പൊ എനിക്ക് മനസ്സിലാവുകയും എത്ര അറ്റൻഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ കൃത്യമായിട്ട് എത്ര ശതമാനം നിങ്ങളോട് പ്രതികരിക്കുന്നു എന്ന് എനിക്കിപ്പം ബോധ്യമാവും. ചെയ്യണ്ട. ഒന്നുകൂടി ഞാൻ പറയാം. 1 എന്ന് പറഞ്ഞാൽ 2 തവണ കൈയടിക്കണം. 2 എന്ന് പറഞ്ഞാൽ 3 തവണ കൈയടിക്കണം. 3 എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ പാടില്ല. 4 എന്ന് പറഞ്ഞാൽ 1 തവണ കൈയടിക്കണം. എല്ലാവരും ആദ്യം നടുനിവർന്നിരിക്കും. ഇനി ഒരു താളത്തിൽ വരണം. കൈയടിയുടെ ശബ്ദം ഒരു താളത്തിൽ വരണം. മോൻ ഇവിടെ വന്നിരിക്കും. കൈയുടെ ശബ്ദം ഒരു താഴ്ത്ത് വരണം. അപ്പൊ തലച്ചോറിൽ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നുണ്ടോ നോക്ക്. ഞാൻ പറയുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ ടീച്ചർ പഠിപ്പിച്ചിരുന്ന പാഠഭാഗങ്ങൾ പഠിച്ച് നാളെ വരുമ്പോൾ തലച്ചോറിൽ നന്നായി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എല്ലാവരും. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്തോ. 1 ഒരു താളത്തിൽ വരണം. കയ്യടിയുടെ ശബ്ദം കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കേൾക്കണം. ഇവിടെ ഞാനുണ്ട്. പരിപാടി കൈകാറിയുന്നവർക്ക് ബോധ്യമാവണം. ആ പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കാണണം. സ്റ്റാർട്ട് ചെയ്യും. 1 ഒരു താളത്തിൽ വരട്ടെ. സ്റ്റാർട്ട് ചെയ്യും. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങളോട് ആരും കൈയടിക്കാൻ പറഞ്ഞു 1 എന്ന് പറയണ്ടേ? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കും. സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും. ഇതെന്തിനെങ്കിലും മുട്ടുന്നു.
ഒന്ന് എന്ന് പറയാതെ ഒരാൾ പോലും മുട്ടാൻ പാടില്ല. സ്റ്റാർട്ട് ചെയ്യും. ഈ എടുത്തുചാട്ടമാണ് ആദ്യം മാറ്റേണ്ടത്. അതിവൈകാരികതയിലേക്ക് വീണു പോവരുത്. എന്തു പറയുന്നോ അവിടെ പ്രതികരണം വരണം. യെസ്, സ്റ്റാർട്ട് ചെയ്തോ. 1 2 3. നോക്കൂ, നിങ്ങളുടെ തലച്ചോർ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താ? 3 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആൾ കൈവിട്ടാൻ പാടില്ല. കൃത്യമായിട്ട് ഞാൻ എന്താ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? നോ, എനിക്കത് വേണ്ട. ഏട്ടാ, ഞാനത് നിങ്ങളുടെ കൂടെ വരില്ല. ആ സാധനം എനിക്ക് വേണ്ട, ഞാനത് വാങ്ങില്ല. നിങ്ങൾ കൂടെ വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് വരില്ല. എനിക്ക് വാഹനമുണ്ട് സ്ഥിരമായിട്ട് പോകാൻ. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പണം തന്നിട്ടുണ്ട്, അതിലൂടെ ഞാൻ പോകും. എവിടെ നോ പറയണം അതാണ് ഞാൻ പറയുന്നത്. എവിടെ നോ പറയണം, എവിടെ യെസ് പറയണം, അതാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞു വെക്കുന്നത്. 3 എന്ന് പറയുമ്പോൾ തലച്ചോർ പ്രതികരിക്കരുത്, നിശ്ചലമായിട്ട് അവിടെ നിൽക്കണം. 1 എന്ന് പറയുമ്പോൾ മാത്രം ഒരിക്കൽ കൂടി ഞാൻ പറയാം. 2 തവണയും, 2 എന്ന് പറയുമ്പോൾ 3 തവണയും, 3 എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഒരു സൂചി വീഴുന്ന ശബ്ദം പോലും ഉണ്ടാകാൻ പാടില്ല. 4 എന്ന് പറയുമ്പോൾ ഒരൊറ്റ തവണ കൈയടിക്കണം. അനാവശ്യമായിട്ട് ശ്രദ്ധയില്ലാതെ ആരും ചെയ്യരുത്. സ്റ്റാർട്ട് ചെയ്തോ. 1 2 3 4. ഈ ഏകാഗ്രതമാണ്. നമ്മൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് പ്രതികരിക്കാൻ കഴിയണം. ഇനി നിങ്ങൾക്ക് ആർക്കും ഫോൺ അഡിക്ഷൻ ഇല്ലാതെ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ആർക്കെങ്കിലും ഫോൺ അഡിക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ ചെയ്യും. എല്ലാവരും 2 കൈ ഉയർത്തു. എല്ലാവരും ഉയർത്തു 2 കൈ. നന്നായിട്ട് ഉയർത്തു. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വേറെ വരട്ടെ. 11 12 13 8 9 വയസ്സല്ലേ? യെസ്, ഓക്കെ. ഡൗൺ. താഴോട്ടേക്ക് വരട്ടെ. ഡൗൺ, താഴോട്ടേക്ക് വരട്ടെ. ആരും കയ്യിൽ വെക്കുന്നില്ലേ? 2 കൈ മേലോട്ടേക്ക് പോട്ടെ. താഴോട്ടേക്ക് വരട്ടെ. ഒരു ചൂണ്ട് വിരൽ ഇങ്ങനെ പിടിക്കുക. ഡൗൺ ചെയ്യും. നീ വളരെ വേഗത്തിൽ ചെയ്തു. 2 കൈ മേലോട്ട് എടുത്ത്. ഡൗൺ. മേലോട്ട് എടുത്ത്. ഡൗൺ. ഒരു ചൂണ്ട് വിരൽ ഇങ്ങനെ പിടിക്കുക. ഡൗൺ. ദ ഫൈനൽ. 2 കൈ മേലോട്ട് എടുത്ത്. ഡൗൺ. മേലോട്ട് എടുത്ത്. ഡൗൺ. ഒരു ചുണ്ടുവിരൽ ഇങ്ങനെ പിടിക്കുക. അത് നിങ്ങളുടെ ചുണ്ടത്തേക്ക് വെക്ക്. ഇനി വെച്ച സ്ഥലം നോക്ക്. RCM എന്റെ ചുണ്ട് ഞാൻ നോക്കട്ടെ. എവിടെ ചുണ്ട്? ചുണ്ടവിടെ. ചുണ്ടത്തേക്ക് വെക്കുന്ന ഒരു പട്ടാപ്പകൽ 12:30 മണിക്ക് നിങ്ങളോട് ഞാൻ പറയുന്നു ചുണ്ട്. അപ്പൊ നിങ്ങളും പറയുന്നു ചുണ്ട്. ചുണ്ടെവിടെയാ? അതെന്താ വെക്കാത്തത്? ചുണ്ട് എന്ന് പറയുമ്പോ എവിടെയാ നമ്മൾ അറിയണ്ടേ? നിങ്ങൾ എന്താ ശ്രദ്ധിച്ചെന്നറിയാം? ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ സമൂഹത്തിൽ കാണുന്നുണ്ടാവും. എല്ലാ കാഴ്ചകളും റിയൽ അല്ല. കാണുന്ന കാഴ്ചകളാണ് നമ്മൾ പ്രത്യേകം ആകർഷിക്കപ്പെടുന്നത്. ആ കാണുന്ന എല്ലാ കാഴ്ചകളും റിയൽ അല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഒന്ന് നടുന്ന് പറഞ്ഞിരിക്കും. എവിടെയൊക്കെ നടുവിന് പ്രശ്നമുണ്ട്. റെഡിയാക്കി. യെസ്, ഓക്കെ. എല്ലാവരും ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിക്കാം. ഇനി പിടിച്ചത് ചൂണ്ടുവിരൽ നോക്ക്. ചൂണ്ടുവിരൽ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തള്ളവിരൽ പിടിച്ചപ്പോൾ നിങ്ങളും പറയുന്നത് ആ ചൂണ്ടുവിരൽ എന്ന്. ഏതാ ചൂണ്ടുവിരൽ നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഇതാണ് ചൂണ്ടുവിരല്. അപ്പൊ ഒരാൾ നമ്മളെ തെറ്റിക്കുമ്പോൾ ആ തെറ്റിൽ നിന്ന് മാറി ശരിയിലേക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. തെറ്റിലേക്ക് പോവാതെ ശരി ഏതാണെന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. യെസ്, ഓക്കെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നിരിക്കും. നടുവൊക്കെ റെഡിയായിരുന്നു. യെസ്, ഓക്കെ ആയിരുന്നു. പിന്നെ ഫൈനൽ കൺക്ലൂഷൻ പാർട്ടിലേക്കാണ്. കാരണം ബോധവൽക്കരണം ക്ലാസ് എന്ന രീതിയിലേക്ക് ഒരുപാട് സമയം കൊണ്ടുപോകാൻ കഴിയില്ല. കുട്ടികളുടെ പ്രായം, സമയം ഇതെല്ലാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്കിലും ടൈം ലിമിറ്റ് ചെയ്തുകൊണ്ട് ഞാനിതിൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ അവസാനം ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. കുറച്ച് പേരോട് ഞാൻ ചോദിക്കും. അപ്പൊ അവിടെയാണ് നമ്മുടെ ക്ലാസ്സിൽ എത്രമാത്രം നിങ്ങൾക്ക് എഫക്റ്റായി എന്ന് ഞാൻ മനസ്സിലാക്കുക. അല്ല, 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ ഇതാ തുടങ്ങിയിരിക്കുന്നു. അത് പറയുമ്പോൾ എന്തൊരു ആവേശം. ഏതെങ്കിലും ഒരു പാഠഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ അവിടെയാണല്ലോ നമ്മൾ തുടങ്ങിയത്. എന്താ ഫോൺ അഡിക്ഷൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ കാണിച്ചു തരണം. ആ ബാഗിൽ നിന്ന് ഒരു നോട്ടിങ് എടുക്കും. മോൻസാ ബാഗിൽ ഒരു നോട്ടില്ലേ?
കൊണ്ടുതരാം. 5C ആൽവിൻ എസ്. ഓക്കെ, എന്താ അഡിക്ഷൻ അറിയാം? ഞാൻ ഫുട്ബോളിലേക്ക് വരിക. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണാട് വെക്കും, എന്നിട്ട് ഇങ്ങനെ പുസ്തകം എടുത്തു. അമ്മ പറയും പഠിക്കടാ പഠിക്കടാ പഠിക്കടാന്ന്.